മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. എന്റെ പേര് റീന ബെഞ്ചമിൻ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിനായും വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായും വിവിധ സഭകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് ബിഷപ്പ്. അനുഗ്രഹീതമായ കൂട്ടായ്മ അനുഭവം പങ്കുവെച്ച് വിശ്വാസികൾ. ശ്രീ വി ഡി സതീശനെ സന്ദർശിച്ച് ആശംസകൾ നേർന്ന് ബിഷപ്പ്. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ സപ്തതി ജൂബിലി സമ്മേളനം കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സഭകളിൽ പല ഘട്ടങ്ങളായി നടത്തിയ VBS പൂർത്തിയായി. യുവതികളുടെ നേതൃത്വ പരിശീലന കോൺഫറൻസ് കൈറോസ് തിരുവല്ല ബേഥേൽ ആശ്രമത്തിൽ നടത്തപ്പെട്ടു. അക്ഷരമുറ്റത്തെ അത്ഭുതമായി നോഹാസ് ആർക്ക് മിഷൻ സ്കൂൾ. ഗ്രാമങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഒരു ചരിത്ര വിജയം. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യ വാർഷിക സമ്മേളനം ആത്മീക സാമൂഹിക ശാക്തീകരണത്തിന് വേദിയായി. ചിറ്റാർ സെന്റ് ജോൺസ് CSI സഭയുടെ പ്ലാറ്റിനം ജൂബിലി സമാപിച്ചു. വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും നേർസാക്ഷ്യമായി നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു. CSI തെലങ്കാന മിഷനിൽ ഗുരുകുല പണ്ടുക 2026 സ്ത്രീജന സഖ്യ സമ്മേളനത്തിന് ശ്രദ്ധേയ പങ്കാളിത്തം. കേരള റീജിയണൽ സൺഡേ സ്കൂൾ താലന്ത് ഉത്സവത്തിൽ മധ്യകേരള മഹായിടവയ്ക്ക് കിരീട നേട്ടം. തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിരുദദാന ചടങ്ങ് നടന്നു. കരുതലും കാരുണ്യവും നിറഞ്ഞ സംഗീത സായാഹ്നം കന്നിവ് 2026 മെയ് 29 ഷാർജ CSI സഭയിൽ നടത്തി. ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് പുന്നവേലി വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം. എക്യൂമെനിക്കൽ ഇന്റർ ചർച്ച് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് ഓതറ സെന്റ് ജോൺ CSI ചർച്ച് യുവജന പ്രസ്ഥാനം. CSI മധ്യകേരള മഹായിടവക സഭാ ശുശ്രൂഷകരുടെ അസോസിയേഷൻ യോഗവും കുടുംബ സംഗമവും നടത്തി. ആശാഭവനിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട വിതരണവും നടത്തി. CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുഞ്ചിരി ചെറിയനാശാൻ സ്മാരക സ്കോളർഷിപ്പ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. മധ്യകേരള മഹായിടവകയിൽ വൈദിക പഠനത്തിനായി പുതിയ 7 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 2026-2027 വർഷത്തേക്കുള്ള ബിഷപ്സ് അപ്പോയിന്റ്മെന്റ്സ് പ്രഖ്യാപിച്ചു. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ നേതൃത്വം. മികച്ച എയ്ഡഡ് LP സ്കൂളിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി മച്ചുകാട് CMS LP സ്കൂൾ. സ്കൂൾ എക്സലൻസ് അവാർഡ് ജവഹർ പുരസ്കാർ 2026 കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന്. ഡോക്ടർ ജെയിൻ ജോണിന് KUHS MD പരീക്ഷയിൽ 1ാം റാങ്ക്. ദക്ഷിണ കൊറിയയിലെ ക്യുങ്പുക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദീപു M-ന് PhD. ദുരന്ത നിവാരണ ബോധവും സാമൂഹിക പ്രതിബദ്ധതയും ജെസി വർഗീസിന് ഡോക്ടറേറ്റ്. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ വൈദിക ജില്ലയിൽ തിടനാട് ഇടവകയുടെ ഉപസഭയായ വെളിച്ചവയൽ, പള്ളം വൈദിക ജില്ലയിൽ കരുമാടി ഇടവകയുടെ ഉപസഭയായ കോയിക്കരി, കാവാലം, ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ ഏറ്റുമാനൂർ, മണീട്, കാണക്കാരി, പുന്നവേലി വൈദിക ജില്ലയിൽ പുന്നവേലി, കുമ്പളാമ്പൊയ്ക വൈദിക ജില്ലയിൽ വയലത്തല ഇടവകയുടെ ഉപസഭയായ കീക്കൊഴൂർ, ഇലന്തൂർ വൈദിക ജില്ലയിൽ ഇഴന്തൂർ ഇടവകയുടെ ഉപസഭയായ കാട്ടൂർ, തിരുവല്ല വൈദിക ജില്ലയിൽ കാരിക്കുഴി, പെരുന്തുരുത്തി, അടൂർ വൈദിക ജില്ലയിൽ അടൂർ സെന്റ് പോൾ CSI ഇടവകയുടെ ഉപസഭയായ ആനന്ദപ്പള്ളി, കടമ്പനാട്, കോടുകുളിഞ്ഞി വൈദിക ജില്ലയിൽ ചെങ്ങന്നൂർ, മല്ലപ്പള്ളി വൈദിക ജില്ലയിൽ കൈപ്പറ്റ ഓൾ സെയിൻസ് CSI ഇടവകയുടെ ഉപസഭയായ വള്ളിയാകുളം എന്നീ സഭകളിലും ഉപസഭകളിലും സ്ഥിരീകരണ ശുശ്രൂഷകൾ നടത്തി. കോയിക്കരി സഭ 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മഹായിടവക അധ്യക്ഷൻ സന്ദർശിക്കുന്നത്. ഏറെ ആഹ്ലാദത്തോടെ ബിഷപ്പിനെ അവിടെയുള്ള വിശ്വാസ സമൂഹം വരവേറ്റു. ഇവിടെ ദൈവാലയം മോടി പിടിപ്പിക്കുകയും വെസ്ട്രി ടൈലിട്ട് ഭംഗിയാക്കുകയും
മദ്ബഹ നവീകരിക്കുകയും റെയിലിംഗ്സ് നിർമ്മിക്കുകയും ചെയ്തു. ഒരു ചെറിയ സഭയാണെങ്കിലും അവരുടെ കഠിനാധ്വാനത്തിലൂടെ സഭയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നത് ശ്ലാഘനീയമാണ് എന്ന് ബിഷപ്പ് നിരീക്ഷിച്ചു. പ്രസ്തുത ശുശ്രൂഷയിൽ വെസ്ട്രിയും ദേവാലയവും പുനഃപ്രതിഷ്ഠിച്ചു. ഏറ്റുമാനൂർ സഭയിലെ സ്ഥിരീകരണാർത്ഥികൾ കോട്ടയത്തുള്ള മഹായിടവകയുടെ വിവിധ പ്രോജക്റ്റുകളും സ്ഥാപനങ്ങളും ബിഷപ്സ് ഹൗസും സന്ദർശിച്ചു. ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയം സന്ദർശനം കുട്ടികൾക്ക് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് കുട്ടികൾ സാക്ഷ്യപ്പെടുത്തി. അനുകരണീയമായ ഈ മാതൃക എല്ലാ സഭകളും പിൻപറ്റുവാൻ ശ്രമിക്കുന്നത് കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. പുന്നവേലി സഭയിലെ ശുശ്രൂഷ വേറിട്ട് നിന്നത് വ്യത്യസ്തമായ ചില പതിവുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുന്നതിന്റെ ഭാഗമായി കുട്ടികൾ തന്നെ അവർക്ക് പോക്കറ്റ് മണിയായി ലഭിക്കുന്ന തുകയുടെ ഒരു ഭാഗം മാറ്റിവെച്ച് സമാഹരിച്ച 10,000 രൂപ ബിഷപ്പിനെ ഏൽപ്പിച്ചു. മാതൃകാപരമായ ഈ പ്രവൃത്തിയിലൂടെ ലഭിച്ച പണം മഹായിടവകയുടെ വെല്ലൂരിലുള്ള കണിയാകപുരം പ്രോജക്റ്റിന്റെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് ബിഷപ്പ് അറിയിച്ചു. കീക്കോഴൂർ സഭയിൽ നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയുടെ പ്രത്യേകത ഒരു സഭയായി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നടക്കുന്ന സ്ഥിരീകരണ ശുശ്രൂഷയായിരുന്നു ഇത് എന്നതാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് മഹായിടവക അധ്യക്ഷൻ കീക്കോഴൂർ സഭ സന്ദർശിക്കുന്നത്. കാട്ടൂരിൽ നടന്ന സ്ഥിരീകരണ ശുശ്രൂഷ സഭയുടെ 143ാമത് പ്രതിഷ്ഠാദിന വാർഷിക സ്തോത്രാരാധനയായും കൂടിയാണ് ക്രമീകരിച്ചത്. കാവാലം സഭയിൽ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി പുതുതായി പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ ചുറ്റുമതിലും ഗേറ്റും കൊടിമരവും പ്രതിഷ്ഠിച്ച് വേർതിരിച്ചു. എപ്പിസ്കോപ്പൽ സന്ദർശനവുമായി കൂടി ക്രമീകരിച്ച പ്രസ്തുത ശുശ്രൂഷയിലേക്ക് മഹായിടവക അധ്യക്ഷന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ആരാധനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ബിഷപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത നിയുക്ത കുട്ടനാട് MLA ശ്രീ റെജി ചെറിയാൻ MLAക്ക് പ്രത്യേക ആദരവും അനുമോദനവും നൽകി. പെരുന്തുരുത്തി സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷയോടൊപ്പം ദൈവാലയത്തിനായി പുതുതായി പണികഴിപ്പിച്ച കൊയർ വെസ്ട്രി പ്രതിഷ്ഠിച്ച് വേർതിരിച്ചു. ആനന്ദപ്പള്ളി സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷയോടൊപ്പം പുതുതായി പണി പൂർത്തിയാക്കിയ ചുറ്റുമതിലിന്റെയും പ്രധാന കവാടത്തിന്റെയും പ്രതിഷ്ഠാ ശുശ്രൂഷയും നടത്തി. കടമ്പനാട് ഇടവകയിൽ നടത്തപ്പെട്ട ശുശ്രൂഷയിൽ പാഴ്വസ്തുക്കൾ വിറ്റുകിട്ടിയ പണവും യുവജനങ്ങളുടെ സന്നദ്ധ സംഭാവനകളും സമാഹരിച്ച് ദൈവാലയത്തിന് ഒരു പുതിയ CCTV നൽകുന്നതിൽ യുവജന പ്രസ്ഥാന അംഗങ്ങൾ പ്രയത്നിച്ച് എന്നത് ഏറെ ശ്രദ്ധേയമായി. CCTV തദവസരത്തിൽ ബിഷപ്പ് ദൈവാലയത്തിനായി പ്രാർത്ഥിച്ച് വേർതിരിച്ചു. വള്ളിയാകുളം സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷയോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച മദ്ബഹയുടെ പ്രതിഷ്ഠയും നിർവഹിച്ചു. അടൂർ വൈദിക ജില്ലയിൽ അടൂർ മണക്കാല ദൈവാലയത്തിന്റെ കേടുപാടുകൾ പോക്കി പുനരുദ്ധരിക്കുകയും മദ്ബഹ പുതുതായി നിർമ്മിക്കുകയും ദൈവാലയം ടൈൽ ചെയ്ത് ഭംഗിയാക്കുകയും മേൽക്കൂര നവീകരിക്കുകയും ചെയ്തു. നവീകരിച്ച ദൈവാലയത്തിന്റെയും മദ്ബഹയുടെയും പ്രതിഷ്ഠാ ശുശ്രൂഷ മെയ് 5-ന് മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയി സാബു കോശി ചെറിയാൻ നിർവഹിച്ചു. മുണ്ടക്കൈ വൈദിക ജില്ലയിൽ തോട്ടപ്രദേശ മിഷന്റെ ഭാഗമായ കപ്പാലുവേങ്ങ ബോയ്സ് എസ്റ്റേറ്റ് എക്യുമെനിക്കൽ ചർച്ച്, കൊടുകുത്തി മാവേലിക്കര വൈദിക ജില്ലയിൽ കായംകുളം, അടൂർ വൈദിക ജില്ലയിൽ കുന്നിട ഇടവകയുടെ ഉപസഭയായ ഇളങ്കമംഗലം, തിരുവല്ല വൈദിക ജില്ലയിൽ കവിയൂർ എന്നീ സഭകളിൽ ബിഷപ്പ് എപ്പിസ്കോപ്പൽ സന്ദർശനവും നടത്തി. പ്രസ്തുത സന്ദർശന വേളയിൽ കവിയൂർ സഭയിൽ പുതുതായി നിർമ്മിച്ച മദ്ബഹ ആർച്ച് ഉൾപ്പെടെ നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഏകദേശം 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് ചുക്കാൻ പിടിച്ച ഇടവക വികാരി റവറൻ CC സാബു, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നിവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. സഭ ഐക്യത്തിന്റെയും ആരാധനയുടെയും പൊതുയാത്രയ്ക്ക് തുടക്കം അഞ്ചേരി ചാപ്പൽ പുനഃപ്രതിഷ്ഠിച്ചു. അഞ്ചേരി ചാപ്പൽ 52 വർഷങ്ങൾക്ക് മുമ്പ് അഭിവന്ദ്യ TS ജോസഫ് തിരുമേനി പ്രതിഷ്ഠിച്ച് ആരംഭം കുറിച്ചതാണ്. അവിടെയുള്ള വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ കുട്ടികൾ സൺഡേ സ്കൂൾ അഭ്യസനം നടത്തിയത് ഇവിടെയാണ്. സഭൈക്യ ആരാധനകളുടെയും
ഉദ്യമങ്ങളുടെയും ഒരു വിളനിലമായിരുന്നു പ്രസ്തുത സ്ഥലം. എന്നാൽ കോവിഡിന് ശേഷം ഇവിടെ ആരാധന നിലയ്ക്കുകയും ചാപ്പൽ ഉപയോഗശൂന്യമാകുകയും ചെയ്തു. നവീകരിച്ച പ്രസ്തുത ചാപ്പൽ മെയ് 3 ബിഷപ്പ് പുനഃപ്രതിഷ്ഠിക്കുകയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ ചാപ്പലിന്റെ സമ്പന്നമായ പാരമ്പര്യം ഉൾക്കൊണ്ട് സഭാ വ്യത്യാസമന്യേ ആരാധനകളുടെയും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളുടെയും അനുഗ്രഹീത ഭൂമികയായി അത് മാറട്ടെ എന്ന് ബിഷപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു. മനക്കര CSI സെന്റ് പീറ്റേഴ്സ് സഭയുടെ പുതിയ ദൈവാലയത്തിനുള്ള ശിലാസ്ഥാപനം നിർവഹിച്ച് ബിഷപ്പ് അടൂർ വൈദിക ജില്ലയിൽ കടമ്പനാട് CSI സെന്റ് ജെയിംസ് ഇടവകയുടെ ഉപസഭയായ മനക്കര സെന്റ് പീറ്റേഴ്സ് സഭയ്ക്ക് പുതിയ ദൈവാലയം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള ശിലാസ്ഥാപനം മധ്യകേരള മഹായിടവക ബിഷപ്പ് നിർവഹിച്ചു. വിശ്വാസ സമൂഹം വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും ഈ ശുശ്രൂഷയുടെ ഭാഗമായി. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ബിനീഷ് മോൻ ബാബു, സഭാ ശുശ്രൂഷകൻ ശ്രീ തോംസൺ ജോർജ് എന്നിവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. ദൈവാലയ നിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തിക സമാഹരണത്തിനായി സഭ അക്ഷീണം പ്രയത്നിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്ത ബിഷപ്പ് എത്രയും പെട്ടെന്ന് പ്രസ്തുത പണികൾ പൂർത്തീകരിച്ച് മനോഹരമായ ഒരു ദൈവാലയം ഉയരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ തലസ്ഥാന നഗരിയിൽ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ സന്ദർശിക്കുകയും മധ്യ കേരള മഹായിടവകയുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപായിരുന്നു ഈ കൂടിക്കാഴ്ച. മധ്യ കേരള മഹായിടവകയുടെ അഭ്യുതകാംക്ഷി കൂടിയാണ് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശ്രീ VD സതീശൻ. അദ്ദേഹത്തെ കാണുവാനും വളരെ ഊഷ്മളമായി ഇടപെടുവാനും സൗഹൃദം പുതുക്കുവാനും സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നതായി അറിയിച്ച ബിഷപ്പ് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ സപ്തതി ജൂബിലിയുടെ ഭാഗമായി സമ്മേളനം നടത്തി. മാർത്തോമാ സഭ ആസ്ഥാനത്ത് നടത്തിയ സമ്മേളനം ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഓക്സിലിയറി പ്രസിഡന്റ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. ഭയം, അതീശത്വ പ്രവണത, അരക്ഷിത ബോധം എന്നിവ നീക്കാൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. മധ്യകേരള മഹായിടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ യോഗത്തിൽ പങ്കെടുത്തു. ബൈബിൾ സൊസൈറ്റി കേരളത്തിലുള്ള സഭകളെ ഒന്നിച്ചു നിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരുടെ സേവനങ്ങൾ സ്മരിക്കപ്പെടേണ്ടതാണ്. വരും ദിനങ്ങളിൽ ബൈബിൾ സൊസൈറ്റിയുടെ ശുശ്രൂഷകൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും പ്രസ്തുത സമ്മേളനത്തിൽ ചർച്ചകൾ നടത്തി. മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളായി ചക്കിമംഗലം, കണ്ണംകുളം, ചേനപ്പാടി, മലയോര മിഷൻ, ചേപ്പാട്, മാക്കുളം, കുന്നംകേറി, കുട്ടനാട് മിഷൻ, വായ്പൂർ എന്നീ സഭകളിൽ VBS നടത്തി. മഹായിടവക യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ ലിനോ S. ജോൺ, കൺവീനേഴ്സ് ജോബിൻ K. ജോസ്, കെസിയ മറിയം ജോണി, പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയതും യുവജന പ്രസ്ഥാന അംഗങ്ങൾ തന്നെയാണ്. അമേരിക്കയിലെ CSI ഹൂസ്റ്റൺ സെന്റ് തോമസ് ഇടവകയാണ് ഈ വർഷത്തെ VBS നടത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകിയത്. കേരളത്തിലെ 6 മഹായിടവകളിൽ നിന്നുള്ള യുവതികളുടെ നേതൃത്വ പരിശീലന കോൺഫറൻസ് കൈറോസ് തിരുവല്ല ബഥേൽ ആശ്രമത്തിൽ ഏപ്രിൽ 28-ന് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രസ്തുത സമ്മേളനത്തിൽ പെൺകുട്ടികളെ ആത്മീയമായും ഒരുക്കുന്നതിനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്തുന്നതിനും ക്രിസ്തീയ വിശ്വാസ സംബന്ധമായ പരിശീലനങ്ങൾ നൽകുന്നതിനുമുള്ള വിവിധ ക്ലാസുകളാണ് ക്രമീകരിച്ചിരുന്നത്. ദൈവവേലയ്ക്കായി യുവതികളെ സജ്ജരാക്കുക എന്ന ഉദ്ദേശ്യവും ഈ കോൺഫറൻസിനുണ്ട്. നേതൃത്വം നൽകുന്ന ബഥേലിന്റെ ചുമതലയുള്ള മദർ
അസിസ്റ്റന്റ് മദർ എന്നിവരെ മഹായിടവക അധ്യക്ഷൻ അഭിനന്ദിച്ചു. CSA ഭിലായ് മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നോഹാസ് ആർക്ക് ഇംഗ്ലീഷ് മീഡിയം മിഷൻ സ്കൂളിന് അഭിമാനകരമായ ഒരു പൊൻതൂവൽ കൂടി. ഈ വർഷത്തെ 5ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ എല്ലാ വിദ്യാർത്ഥികളും ഡിസ്റ്റിങ്ഷനോട് കൂടി വിജയിച്ച ദുർഗ് ജില്ലയിലെ ഏക സ്കൂൾ എന്ന ചരിത്ര നേട്ടം വിദ്യാലയം സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച വിജയത്തിന് പിന്നാലെയാണ് ഈ അപൂർവ നേട്ടം തേടിയെത്തുന്നത്. ഈ വലിയ വിജയത്തിന് പിന്നിൽ ഹൃദയം തൊടുന്ന ഒരു ചരിത്രമുണ്ട്. ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ മിഷന്റെ നേതൃത്വത്തിൽ ഒരു തയ്യൽ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. അന്നവിടെ തയ്യൽ പഠിക്കാനെത്തിയ അമ്മമാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ഹൃദയഭാരമുള്ള അഭ്യർത്ഥന മിഷണറിമാരോട് പങ്കുവച്ചു. ആ വാക്കുകൾ ഹൃദയത്തെ തൊട്ടപ്പോൾ ദൈവം നൽകിയ ദർശനമായി നോഹാസ് ആർക്ക് ഇംഗ്ലീഷ് മീഡിയം മിഷൻ സ്കൂൾ ജന്മം കൊണ്ടു. 2016 20 കുഞ്ഞുങ്ങളുമായി ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച യാത്ര ഇന്ന് 225 കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനമായി വളർന്നിരിക്കുന്നു. അക്ഷരങ്ങൾ കടന്നു ചെല്ലാത്ത വീടുകളിൽ നിന്ന് ആദ്യമായി വിദ്യാലയ മുറ്റത്തെത്തിയ കുഞ്ഞുങ്ങൾ ഇന്ന് ഒരു ജില്ലയ്ക്ക് തന്നെ മാതൃകയാവുകയാണ്. അനേകം ഗ്രാമങ്ങൾക്ക് വഴികാട്ടിയായി ഈ വിദ്യാലയം ഇന്ന് ശോഭിക്കുന്നു. എന്നിരിക്കലും ഇനിയും അനേകം ആവശ്യങ്ങൾ മിഷന്റെ മുൻപാകെയുണ്ട്. വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം സ്കൂളിന്റെ 2ാം നിലയുടെ പണികൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവി മുൻനിർത്തിയുള്ള ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യത്തിന്റെ വാർഷിക സമ്മേളനം കോട്ടയം ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ നടത്തി. 2 ദിവസങ്ങളായി നടക്കേണ്ടിയിരുന്ന പ്രസ്തുത സമ്മേളനം ഹർത്താലിന്റെ അസൗകര്യം കണക്കിലെടുത്ത് ഒരു ദിവസമായി ചുരുക്കുകയായിരുന്നു. താഴ്സൈ ധൈര്യപ്പെടുവീൻ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി നടത്തപ്പെട്ട വാർഷിക സമ്മേളനത്തിന് സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാ കോശി അധ്യക്ഷത വഹിക്കുകയും ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയി സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. മാങ്ങാനം TMAM കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ MB സാമുവൽ ആദ്യ സെക്ഷനിൽ വിഷയാവതരണം നടത്തി. കൃഷി വകുപ്പ് സംസ്ഥാന അവാർഡ് ജേതാവും തൃശൂർ കടപ്പുറം കൃഷി ഓഫീസറുമായ ശ്രീമതി ബെറ്റ്സി മെറീന ജോൺ കൃഷി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്ന ശാക്തീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. ഉച്ചകഴിഞ്ഞുള്ള സെഷനിൽ സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാൽ കുടുംബത്തിന്റെ വെല്ലുവിളികളും ലക്ഷ്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സമ്മേളനത്തിന്റെ അനുഗ്രഹത്തിനായി സകല ക്രമീകരണങ്ങൾക്കും പ്രശംസനീയമായ നേതൃത്വം നൽകിയത് മഹായിടവക സ്ത്രീജന സഖ്യം ഭാരവാഹികളാണ്. കുമ്പളാംബോയിക വൈദിക ജില്ലയിൽ 1956 ശ്രീ എബ്രഹാം നൈനാൻ, ശ്രീ ചാക്കോ വട്ടശ്ശേരിൽ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ചിറ്റ സെന്റ് ജോൺ CSA ദേവാലയത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ദേവാലയത്തിന്റെയും പരിസരത്തിന്റെയും നവീകരണം, മെഡിക്കൽ ക്യാമ്പുകൾ, ചികിത്സാ ധനസഹായം, അഗതി മന്ദിര സന്ദർശനം, മുൻകാല വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും കുടുംബ സംഗമം, കാരോൾ ഫെസ്റ്റ് തുടങ്ങിയ പ്രോജക്റ്റുകൾ കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് നടത്തി. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പണി കഴിപ്പിച്ച പ്രവേശന കവാടത്തിന്റെയും പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയി സാബു കോശി ചെറിയാൻ നിർവഹിച്ചു. ജില്ലാ ചെയർമാൻ റവറൻഡ് സോജി വർഗീസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശൈലജ BV ഫാമിലി ഡയറക്ടറി പ്രകാശനം ചെയ്തു. ശ്രീ സജി TK, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ അനിൽ ബെഞ്ചമിൻ പാറ, പഞ്ചായത്ത് അംഗം സിസ്റ്റർ ഒളീവിയ CHF, ജില്ലാ സെക്രട്ടറി ശ്രീ ജോജി തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇടവക വികാരി റവറൻഡ് എബ്രഹാം T ജോൺ സ്വാഗതവും കൈക്കാരൻ ജോൺ PS നന്ദിയും അറിയിച്ചു. CSA തെലങ്കാന മിഷനിൽ ഗുരുകുല പണ്ടുക സ്ത്രീജന സഖ്യ സമ്മേളനം 2026 നടത്തി. 15 സഭകളിൽ നിന്നായി 150 സ്ത്രീജന സഖ്യ അംഗങ്ങൾ പങ്കെടുത്തു. സ്ത്രീജന സഖ്യം പ്രസിഡന്റ്
ജിൻസി എസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച മീറ്റിംഗ് മിഷണറി ഇൻചാർജ് റവറൻ റിജു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. റവറൻ ഡോക്ടർ ബെദൽ കൃപ വിക്ടർ ആദ്യത്തെ 2 സെഷനുകൾക്ക് നേതൃത്വം നൽകി. സ്ത്രീകൾക്ക് ഒരു സമൂഹത്തിന്റെ ഉന്നതിക്കായി ക്രിയാത്മകമായി എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നത് റവറൻ ഡോക്ടർ ബെദൽ കൃപ യൂത്തിന്റെ ജീവിതത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് ഗുരുകുൽ സമർപ്പണം നടത്തി. ഉച്ചകഴിഞ്ഞ് ഗാന പരിശീലനത്തോടുകൂടി ആരംഭിച്ച മീറ്റിംഗിൽ 6 സഭകളിൽ നിന്നായി ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. മേട്ടുപ്പള്ളി, മുഗലപ്പള്ളി, ദുബ്യാല എന്നീ സഭകൾ യഥാക്രമം വിവിധ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. റവറൻ തേജദീപ്, റവറൻ സ്നേഹപ്രിയ എന്നിവർ ബൈബിൾ ക്വിസിനും തുടർന്ന് നടത്തപ്പെട്ട സമർപ്പണ ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകി. തുടർന്ന് സമ്മാന വിതരണവും നടത്തപ്പെടുകയുണ്ടായി. തെലങ്കാന മിഷൻ 60-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മമാരുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഗുരുകുല പണ്ടുക നൽകിയ വലിയ പ്രചോദനം മിഷന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അമ്മമാരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധമായ പിന്തുണയും ഉറപ്പു നൽകി. പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ മീറ്റിംഗ് പര്യവസാനിച്ചു. CSI കേരള റീജിയനിലെ 5 മഹായിടവകകൾ മാറ്റുരച്ച സൺഡേ സ്കൂൾ താലന്തോത്സവത്തിൽ CSI മധ്യകേരള മഹായിടവക 1ാം സ്ഥാനം നേടി. തുടർച്ചയായി 2ാം തവണയാണ് മധ്യകേരള മഹായിടവക 1ാം സ്ഥാനം നേടുന്നത്. CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ കീഴിലുള്ള ആറ്റിങ്ങൽ സിസ്റ്റർ എലിസബത്ത് ജോയൽ CSI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് കേരളത്തിലെ 5 CSI മഹായിടവകളിൽ നിന്നായി എത്തിയ 100 കണക്കിന് പ്രതിഭകൾ വിവിധ കലാമത്സരങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. 89 പോയിന്റ് നേടിയാണ് മധ്യകേരള മഹായിടവക 1ാം സ്ഥാനം നേടിയത്. ചലച്ചിത്ര താരം ശ്രീ നോബി മാർക്കോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എഴുമറ്റൂർ സഭയിലെ കുമാരി ആഷ്മി സിബി കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പങ്കെടുത്ത ഏവർക്കും അഭിനന്ദനങ്ങൾ. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിരുദദാന ചടങ്ങ് മെയ് 20-ന് കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ നടന്നു. സെനറ്റ് ഓഫ് സെറാംപൂർ സർവകലാശാല പ്രസിഡന്റും കണ്ണൻമൂല കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പലുമായ റവറൻ ഡോക്ടർ CI ഡേവിഡ് ജോയ് ബിരുദദാന പ്രഭാഷണം നിർവഹിച്ചു. ഓഫ്ലൈൻ, ഓൺലൈൻ മുഖേനയുള്ള ഡിപ്ലോമ ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ്, സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ്, ഡിപ്ലോമ ഇൻ വർഷിപ്പ് ആൻഡ് മ്യൂസിക്, ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് CSI മധ്യകേരള മഹായിടവക അധ്യക്ഷനും BMTA ഡയറക്ടറുമായ അഭിവന്ദ്യ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബിരുദദാന ശുശ്രൂഷ ക്രമത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് വൈദിക സെക്രട്ടറി റവറൻ അനിയൻ കെ പോൾ, പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റവറൻ ജോണി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. മഹായിടവക ട്രഷററും BMTA അധ്യാപകനുമായ റവറൻ ജിജി ജോൺ ജേക്കബ്, പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റവറൻ ജോണി ആൻഡ്രൂസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് കൃപ ഗ്രേസ് ജോൺ, ഇവാഞ്ചലിസ്റ്റ് ജോബിൻ ജോർജ് എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. 2025-2026 അക്കാദമിക വർഷത്തെ പ്രൊഫിഷ്യൻസി അവാർഡുകൾ മേരി ഷേർലി ഈപ്പൻ, ലവ്ലി ജോൺ, അഡ്വക്കേറ്റ് റേച്ചൽ വർഗീസ്, ആസ്പിത് ഉമ്മൻ അലക്സ്, സിജു നൈനാൻ എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിന്റെ നടത്തിപ്പിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ വിജി വർഗീസ് ഈപ്പൻ, രജിസ്ട്രാർ റവറൻ നെബൂസ് കറിയ എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും മാറുന്ന റവറൻ ഡോക്ടർ വിജി വർഗീസ് ഈപ്പനെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. പുതിയ അധ്യയന വർഷത്തെ ഓഫ്ലൈൻ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിയുക്ത പ്രിൻസിപ്പൽ റവറൻ നെബൂസ് കറിയ അറിയിച്ചു. നിയുക്ത രജിസ്ട്രാർ റവറൻ ഡോക്ടർ ജോൺസൺ പീറ്റർ കുന്നംപള്ളി ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ക്രിസ്തീയ കരുതലിന്റെ കാരുണ്യ സ്പർശമായി വൃക്കരോഗികൾക്ക് ആശ്വാസമേകാൻ ഷാർജ CSI പാരിഷ് ആത്മായ ഫെലോഷിപ്പ് ഒരുക്കിയ സംഗീത സായാഹ്നം കന്യവ് 2026 മനോഹരമായി ക്രമീകരിച്ചു. ഷാർജ CSI ദേവാലയത്തിൽ വെച്ചാണ് ഗാനസന്ധ്യ സംഘടിപ്പിച്ചത്. ബഹ്റിൻ YMCA കൊയറും ദുബായ് ജോയ്ഫുൾ സിംഗേഴ്സും സംയുക്തമായി ഒരുക്കിയ ഈ സംഗീത വിരുന്നിൽ 250-ൽ പരം ഗായകർ അണിനിരുന്നു. വൃക്കരോഗം സമൂഹത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുവാനും വേദന അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകുവാനുള്ള ആത്മായ ഫെലോഷിപ്പിന്റെ ഒരു എളിയ ഉദ്യമമാണിത്. പുന്നവേലി വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം ക്രിക്കറ്റ് ടൂർണമെന്റ് മയിലാടി ടർഫിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ജില്ലാ യുവജന പ്രസ്ഥാനം കൺവീനർ റവറൻ ടി സന്തോഷ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയും പുന്നവേലി, കങ്ങഴ, ഈസ്റ്റ് മീനടം, കുന്നിക്കാട് എന്നീ യൂണിറ്റുകൾ മത്സരിക്കുകയും കങ്ങഴ യൂണിറ്റ് 1-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. കുന്നിക്കാട് യൂണിറ്റ് 2-ാം സ്ഥാനം കരസ്ഥമാക്കി. കൂടാതെ ബെസ്റ്റ് ബാറ്റ്സ്മാനായി ജെയിംസ് യോസഫ് കുന്നിക്കാട്, ബെസ്റ്റ് ബൗളറായി ലിബിൻ ജോൺസൺ കങ്ങഴ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ യുവജന പ്രസ്ഥാന ഭാരവാഹികളും പങ്കെടുത്ത പ്രോഗ്രാമിൽ ജില്ലാ സെക്രട്ടറി സച്ചിൻ കുമ്പനാട് TYSA സ്പോർട്സ് അറേനയിൽ വെച്ച് ഓതറ സെന്റ് ജോൺ CSI ചർച്ച് യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച എക്യൂപെനിക്കൽ ഇന്റർ ചർച്ച് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റ് മെയ് 24-ാം തീയതി ഞായറാഴ്ച നടത്തപ്പെട്ടു. വിജയികൾക്ക് 1-ാം സമ്മാനമായി 10,000 രൂപയും 2-ാം സമ്മാനമായി 5,000 രൂപയും നൽകി. കൂടാതെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ബെസ്റ്റ് ബാറ്റർ, ബെസ്റ്റ് ബൗളർ എന്നീ വ്യക്തിഗത അവാർഡുകളും നൽകി. 1-ാം സ്ഥാനം കരസ്ഥമാക്കി കറ്റാനം സേക്രഡ് ഹേർട്സ് കാത്തോലിക് ചർച്ചും 2-ാം സ്ഥാനം കരസ്ഥമാക്കി ചെന്നിത്തല ശാലൈം മാർത്തോമ ചർച്ചും വിജയികളായി. തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ സെന്റിനറി ഹാളിൽ നടത്തപ്പെട്ട CSI മധ്യകേരള മഹായിടവകയിലെ സഭാ ശുശ്രൂഷകരുടെ അസോസിയേഷൻ യോഗവും കുടുംബ സംഗമവും മെയ് 16 ശനിയാഴ്ച ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സഭാ ശുശ്രൂഷകരുടെ കുടുംബാംഗങ്ങളും പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു. മീറ്റിംഗ് നടത്തപ്പെട്ട സെന്റിനറി ഹാളിന്റെയും അന്നത്തെ ഭക്ഷണത്തിന്റെയും ക്രമീകരണം ക്രൈസ്റ്റ് ചർച്ച് ഇടവക പരിപൂർണമായി ഏറ്റെടുത്ത് നിർവഹിച്ചു. അതിന് ക്രമീകരണങ്ങൾ ചെയ്ത ഇടവക വികാരി റവറൻ അലക്സ് P. ഉമ്മൻ, ചർച്ച് കമ്മിറ്റി എന്നിവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യം മേൽനോട്ടം വഹിക്കുന്ന ആശാഭവനും തിരുവല്ല ഐ മൈക്രോ സർജറി ഐ കെയർ ഹോസ്പിറ്റലും ലയൺസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണട വിതരണവും തിമിര ശസ്ത്രക്രിയയും സൗജന്യ മരുന്ന് വിതരണവും 2026 മെയ് 19 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ ആശാഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തി. കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജേഷ് OR ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആശാഭവൻ രക്ഷാധികാരിയും മഹായിടവക വിമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റുമായ ഡോക്ടർ ജെസി സാറ കോശി അധ്യക്ഷത വഹിച്ചു. കാണക്കാരി വാർഡ് അംഗം ശ്രീമതി റെജി ബിജു, വിമൻസ് ഫെലോഷിപ്പ് ട്രഷറർ ശ്രീമതി ജയ തോമസ്, ഐ മൈക്രോ ഡയറക്ടർ അന്ന റൈച്ചർ ഫിലിപ്പ്, കോർഡിനേറ്റർ അരുൺ അപ്പുക്കുട്ടൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ജോർജ്, ഡയറക്ടർ ശ്രീമതി അനു നൈനാൻ, കൺവീനർ ശ്രീമതി സജീന കോശി, ഹെഡ് മിസ്ട്രസ് ശ്രീമതി സുനു സാറ ജോൺ എന്നിവർ സംസാരിച്ചു. ആശാഭവനിലെ വിദ്യാർത്ഥിനികൾ, മറ്റു വിദ്യാർത്ഥികൾ, മുതിർന്നവർ ഉൾപ്പെടെ 136 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് കണ്ണാടിയും തിമിര ശസ്ത്രക്രിയ വേണ്ടവർക്ക് തുടർ പരിശോധനയും പിന്നീട് തീരുമാനിച്ച് അറിയിക്കും. ആശാഭവനിലെ കുട്ടികൾക്ക് തുടർ പരിശോധനയും മരുന്നും നൽകുമെന്ന് തിരുവല്ല ഐ മൈക്രോ അധികൃതർ അറിയിച്ചു. ഈ മാസം 26-ന് പരിശോധന കഴിഞ്ഞവർക്ക് കണ്ണട വിതരണവും നടക്കും. ഭാരവാഹികൾ ഐ മൈക്രോ ഹോസ്പിറ്റലിനോടും ലയൺ ക്ലബിനോടും കൃതജ്ഞത രേഖപ്പെടുത്തി. CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 11-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കോട്ടയം ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവക അംഗമായിരുന്ന പുഞ്ചിരി ചെറിയാനാശാന്റെ കൊച്ചുമക്കൾ ചേർന്ന് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിനുള്ള രൂപരേഖ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പ്രകാശനം ചെയ്തു. റവറൻ നെൽസൺ ചാക്കോ, ഡോക്ടർ ജോസഫ് ചെറിയാൻ പുഞ്ചിരി, CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി എലിസബത്ത് ജിസ് നൈനാൻ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു. MC ചെറിയാൻ മണലേൽ കോട്ടയം അറുത്തൂട്ടിൽ ആർച്ച് ഡീക്കൻ കോശി അച്ഛൻ സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകനായി സേവനം ആരംഭിച്ചു. തുടർന്ന് പുഞ്ചിരി ചെറിയാനാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടു.
30 വർഷക്കാലം കോട്ടയം ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ കമ്മിറ്റി അംഗമായിരുന്നു. കത്തീഡ്രലിലെ വെസ്ട്രി അദ്ദേഹം സംഭാവന ചെയ്തതാണ്. ചെറിയൻ ആശാന്റെ ഇളയ പുത്രൻ MC ജോസഫ് CMS കോളേജ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. സയൻസ് വിഭാഗത്തിലെ ഏറ്റവും മികച്ച സർവതോന്മുഖ വിദ്യാർത്ഥിക്ക് പുഞ്ചിരി ചെറിയാൻ ആശാൻ മെമ്മോറിയൽ മെറിറ്റോറിയസ് അവാർഡ് നൽകും. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ ഏറ്റവും മികച്ച സർവതോന്മുഖ വിദ്യാർത്ഥിക്ക് പുഞ്ചിരി MC ജോസഫ് മെമ്മോറിയൽ അവാർഡ് നൽകും. 20,000 രൂപ വീതമാണ് അവാർഡ് തുക. ഭാവി തലമുറയെ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ചെറിയാൻ ആശാന്റെ കുടുംബാംഗങ്ങളുടെ പ്രതിബദ്ധത ഏറെ ശ്ലാഘനീയമാണ്. മധ്യകേരള മഹായിടവകയിൽ വൈദിക പഠനത്തിനായി പുതിയ 7 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. മിസ്റ്റർ ബിൽ ഗ്രഹാം കുരുവിള, മിസ്റ്റർ ദീപു രാജ് VP, മിസ്റ്റർ ഡെന്നി ഡാനിയൽ, മിസ്റ്റർ ഗിഫ്റ്റി യേശുദാസ് പീറ്റർ, മിസ്റ്റർ ഹെനൽ ജോർജ് ജോസഫ്, മിസ്റ്റർ നെവിൻ മാത്യു ചെറിയാൻ, മിസ്റ്റർ സച്ചു സജി എന്നിവരാണ് വൈദിക പഠനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026-2027 വർഷത്തേക്കുള്ള ബിഷപ്സ് അപ്പോയിന്റ്മെന്റ്സ് പ്രഖ്യാപിച്ചു. സോണൽ മിനിസ്റ്റേഴ്സായി സൗത്ത് സോണിൽ റവറൻ തോമസ് മാത്യു, നോർത്ത് സോണിൽ റവറൻ ജെയിംസ് ജോസഫ് എന്നിവരെ ചുമതലപ്പെടുത്തി. ഡിസ്ട്രിക്ട് ചെയർമാൻമാരായി അടൂർ വൈദിക ജില്ലയിൽ റവറൻ ജിജി ജോസഫ്, ഇലന്തൂർ വൈദിക ജില്ലയിൽ റവറൻ ജോണി ആൻഡ്രോസ്, ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ റവറൻ ജേക്കബ് ജോൺസൺ, കോടുകുളിഞ്ഞി വൈദിക ജില്ലയിൽ റവറൻ മാത്യൂസ് P. ഉമ്മൻ, കോട്ടയം വൈദിക ജില്ലയിൽ റവറൻ നെൽസൺ ചാക്കോ, കുമ്പളാമ്പൊയ്ക വൈദിക ജില്ലയിൽ റവറൻ കുര്യൻ മാത്യു, മല്ലപ്പള്ളി വൈദിക ജില്ലയിൽ റവറൻ ഡോക്ടർ ജേക്കബ് K. ഇടിക്കുള, മാവേലിക്കര വൈദിക ജില്ലയിൽ റവറൻ ജോൺ ഐസക്, മുണ്ടക്കയം വൈദിക ജില്ലയിൽ റവറൻ യേശുദാസ് P. ജോർജ്, പള്ളം വൈദിക ജില്ലയിൽ റവറൻ ചെറിയാൻ തോമസ്, പുന്നവേലി വൈദിക ജില്ലയിൽ റവറൻ ഡാനിയൽ M. ജേക്കബ്, തിരുവല്ല വൈദിക ജില്ലയിൽ റവറൻ CY തോമസ് എന്നിവരെ ചുമതലപ്പെടുത്തി. ബിഷപ്പ് സറോഗേറ്റ്സ് ആയി മഹായിടവക ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ്, റവറൻ ജോർജ് ചെറിയാൻ, റവറൻ KO രാജു, റവറൻ ബിനോയ് M. തര്യൻ എന്നിവരെ ചുമതലപ്പെടുത്തി. ബിഷപ്പ് എക്സാമിനിങ് ചാപ്ലൈൻസ് ആയി റവറൻ മാത്യു ജിലോ നൈനാൻ, റവറൻ KJ സാമുവൽ, റവറൻ റോബിൻ K. പോൾ, റവറൻ നൈനാൻ ജേക്കബ് എന്നിവരെ ചുമതലപ്പെടുത്തി. CSI മധ്യകേരള മഹായിടവകയുടെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനമായ കോട്ടയം ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പ്രിൻസിപ്പളായി റവറൻ നെബൂസ് കറിയയെയും രജിസ്ട്രാറായി റവറൻ ഡോക്ടർ ജോൺസൺ പീറ്റർ കുന്നംപള്ളിയെയും മഹായിടവക അധ്യക്ഷൻ നിയമിച്ചു. നിലവിലെ പ്രിൻസിപ്പാൾ റവറൻ ഡോക്ടർ വിജയ് വർഗീസ് ഈപ്പൻ തിരുവനന്തപുരം കണ്ണൻമൂലയിലുള്ള കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി തിയോളജി വിഭാഗം ഫാക്കൽറ്റിയായി നിയമിതനായ സാഹചര്യത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ. സെറാംപൂർ സർവകലാശാലയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന BMTAയുടെ പുതിയ പ്രിൻസിപ്പാളായും രജിസ്ട്രാറായും നിയമിതരായ ഇരുവരും 2026 ജൂൺ 1 ചുമതലയേൽക്കുന്നതാണ്. നിലവിൽ BMTA രജിസ്ട്രാറായി സേവനമനുഷ്ഠിച്ചു വരികയാണ് റവറൻ നെബൂസ് കറിയ. റവറൻ ഡോക്ടർ ജോൺസൺ പീറ്റർ കുന്നംപള്ളി മുൻപ് BMTA രജിസ്ട്രാർ, ഡീൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി കോട്ടയം ഈസ്റ്റ് ഉപജില്ലയിലെ മികച്ച എയ്ഡഡ് LP സ്കൂളിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന പുരസ്കാരത്തിന് മച്ചുകാട് CMS LP സ്കൂൾ അർഹമായി. ഹെഡ്മാസ്റ്റർ ബെന്നി മാത്യു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിൽ K. തോമസിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. 3ാം തവണയാണ് സ്കൂൾ ഈ അവാർഡിന് അർഹമാകുന്നത്. മികച്ച സ്കൂളിനുള്ള മധ്യകേരള ഡയോസിസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മികവ് പുരസ്കാരം 1ാം സ്ഥാനം ഈ വർഷം ലഭിച്ചിരുന്നു. കേരള ആരോഗ്യ സർവകലാശാല 2026 ഫൈനൽ ഇയർ MD സ്വസ്ഥവൃത്ത പരീക്ഷയിൽ തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്ന് ഡോക്ടർ ജെയിൻ ജോൺ ഡിസ്റ്റിങ്ഷനോട് കൂടിയ 1ാം റാങ്ക് നേടി ശ്രദ്ധേയ നേട്ടം കൈവരിച്ചു. പുതുപ്പള്ളി സെന്റ് പീറ്റേഴ്സ് CSI സഭാംഗമാണ് ഡോക്ടർ ജെയിൻ ജോൺ. പുന്നിയൽ ഹൗസിൽ ഷിജു ഫിലിപ്പാണ് ഭർത്താവ്. ദീപു M. ദക്ഷിണ കൊറിയയിലെ ക്യുങ്പ്യൂക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടി. വാട്ടർ പ്രോസസബിൾ പോളിമർ ബേസ്ഡ് ഹൈബ്രിഡ് മെറ്റീരിയൽസ് ഫോർ അഡ്വാൻസ്ഡ് എനർജി കൺവെൻഷൻ ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ഗവേഷണ പ്രബന്ധത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. അടുത്ത തലമുറ ഊർജ സംഭരണ, ഊർജ പരിവർത്തന സാങ്കേതിക വിദ്യകൾക്കായി
കൂടുതൽ സുരക്ഷിതവും ആധുനികവുമായ മെറ്റീരിയലുകളുടെ വികസനമാണ് ഗവേഷണത്തിന്റെ പ്രധാന മേഖല. ബാറ്ററികളും സൂപ്പർ കപ്പാസിറ്റികളും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ് വികസനവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് പേറ്റന്റും ലഭിച്ചു. കൂടാതെ സോഡിയം അധിഷ്ഠിതവും തീ പിടിക്കാത്തതുമായ ഇലക്ട്രോലൈറ്റുകളെ കുറിച്ചുള്ള മറ്റൊരു ഗവേഷണ കണ്ടുപിടുത്തം ദക്ഷിണ കൊറിയയിലെ ദേശീയ വാർത്തകളിൽ ഇടം നേടി ശ്രദ്ധേയമായി. അക്കാദമിക് രംഗത്തിനൊപ്പം സഭാ യുവജന പ്രവർത്തനങ്ങളിലും ഡോക്ടർ ദീപു സജീവമാണ്. ഇടക്കുന്നം CSI സെന്റ് തോമസ് അംഗമായ അദ്ദേഹം സഭാ യുവജന യൂണിറ്റ് സെക്രട്ടറി, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി, മഹായിടവക ഓർഗനൈസിംഗ് സെക്രട്ടറി, മഹായിടവക ഗോസ്ബൽ ടീം കൺവീനർ തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ നൂതന ഗവേഷണങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ജയ്പൂരിൽ നിന്നും ജെസ്സി വർഗീസിന് ഡോക്ടറേറ്റ് ലഭിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കും അല്ലാത്തവർക്കുമിടയിൽ ദുരന്ത നിവാരണ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അവബോധവും സാമൂഹിക പ്രതിബദ്ധതയും സംബന്ധിച്ച് നടത്തിയ പഠനത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. വിദ്യാർത്ഥികളിൽ ചിട്ടയായ പരിശീലനത്തിലൂടെ ലഭിക്കുന്ന ദുരന്ത നിവാരണ നൈപുണ്യവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധവും തമ്മിലുള്ള ബന്ധമാണ് ഈ പഠനത്തിൽ വിശകലനം ചെയ്തത്. കേഡറ്റുകളല്ലാത്ത വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് പ്രത്യേക പരിശീലനം ലഭിച്ച കേഡറ്റുകളിൽ സാമൂഹിക പ്രതിബദ്ധതയും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവും വർദ്ധിക്കുന്നതായി വ്യക്തമാക്കുന്നു. കേരളം നേരിട്ട പ്രകൃതിക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായ ഈ ഗവേഷണം വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഇത്തരം പരിശീലനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നു. മുഹമ്മ കളരിക്കൽ KC വർഗീസ്, മറിയാമ്മ വർഗീസ് എന്നിവരുടെ മകളായ ജെസ്സി വർഗീസ് കോട്ടയം പുതുപ്പള്ളി ഷിബു G കല്ലറയ്ക്കലിന്റെ ഭാര്യയുമാണ്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ HSS, CMSHS കറ്റാനം എന്നിവിടങ്ങളിൽ ഹെഡ്മിസ്ട്രസ്സായും CNI ബുക്കാനൻ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകി വരുന്ന സ്കൂൾ എക്സലൻസ് അവാർഡ് ജവഹർ പുരസ്കാർ 2026 കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. കോട്ടയത്ത് വെച്ച് നടത്തപ്പെട്ട അവാർഡ് ദാന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫിൽ നിന്നും സ്കൂളിന് വേണ്ടി പ്രിൻസിപ്പൽ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ, PTI, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ 2026 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയ ശതമാനത്തോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സ്കൂളിന് അഭിനന്ദനങ്ങൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.